അങ്ങനെ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ലക്കിമോനെ എണീപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടിലാണ്. പക്ഷെ ആൾക്ക് ഒരു കുലുക്കവും ഇല്ല, നല്ല ഉറക്കത്തിലാണ്. പുറത്ത് ഞാൻ നോക്കിയപ്പോഴും ചൂടുകൊണ്ടേ രാവിലെ ആയപ്പോൾ ഞാൻ ജനലൊക്കെ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ജനൽ തുറന്നിട്ട് കിടക്കാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് ഞാനതൊക്കെ അടച്ച് വയ്ക്കാനായിട്ടാണ്. രാത്രി കിടന്നുറങ്ങുമ്പോൾ നല്ല പുഴുക്കുണ്ടാവാറുണ്ട്. ആ സമയത്ത് ആകെ കൂടി ഒരു ആശ്വാസം എന്ന് പറയുന്നത് ജനലൊക്കെ ഒന്ന് തുറന്നിടുക എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് പേടിച്ചിട്ട് തുറന്നിടാനും വയ്ക്കില്ല. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ് കേട്ടോ. തിരിച്ചെന്ന് ഏട്ടൻ്റെ വീട്ടിലേക്ക് പോവും. ഏട്ടനും ഞാനും കൂടി ഇന്ന് തൃശ്ശൂർ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അമ്മ ഉണ്ടാക്കിയിട്ട് ആൾ വർക്കിന് പോയിട്ടുണ്ട്. അപ്പോൾ ഇക്രുമ എണീറ്റ് അവന് കഴിക്കാൻ വേണ്ടിയിട്ട് വെള്ളപ്പം കടലക്കറി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിക്കുന്നില്ല കേട്ടോ. കാരണം എനിക്ക് കുറച്ച് ലോങ് അല്ല എന്നുണ്ടെങ്കിലും എനിക്ക് കുറേ നേരം ബസ്സിലിരിക്കുമ്പോൾ ഈ വയർ ഫില്ലാക്കിയിട്ടാണ് കയറണമെന്നെങ്കിൽ ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി വരും. ബസ്സിലാണ് പോകുന്നതെങ്കിൽ മാത്രമേ കുഴപ്പമുള്ളൂ കേട്ടോ. ബസ്സിൽ, കാറിൽ, ബൈക്കിലാണ് പോകുന്നതെങ്കിൽ ഈ ഒരു പ്രശ്നം എനിക്ക് വരാറില്ല. അപ്പോൾ ലക്കിമോൻ മെല്ലെ എണീറ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഇക്രൂന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തോണ്ട് ഇവരെയും കൊണ്ട് തൃശ്ശൂർക്ക് പോവുക കൊണ്ടുപോകാൻ ആഗ്രഹമില്ലാണ്ടൊന്നുമല്ല കേട്ടോ. പക്ഷേ ഈ വെയിലത്ത് സഹിക്കാൻ പറ്റത്തില്ലോട്ടോ. എനിക്ക് തന്നെ വർക്ക് പോയിട്ടൊന്ന് വരുമ്പോഴേക്കും വെയിൽ കൊണ്ടാൽ തന്നെ ആകെ തലവേദനയും ആകെ ടയേർഡ്നെസ്സും ഒക്കെ ആയിട്ട് വെറുതെ എന്തിനാ കുട്ടികളെയും. പിന്നെ ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു കുട്ടികളെന്തായാലും വീട്ടിലാക്കാം, പോയിട്ട് നമുക്ക് വേഗം പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകാൻ ഞാൻ ഓട്ടോ ഓട്ടോയിൽ സൈഡ് സീറ്റിന് വേണ്ടിയിട്ട് രണ്ടുപേരും നല്ല തല്ലൂട്ടായിരുന്നു. ഒരു വിധം പറഞ്ഞൊപ്പിച്ചിട്ടാണ് ഞാനങ്ങ് വീട്ടിലേക്ക് എത്തിയത്. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ എത്തിയിട്ടാട്ടോ ഞാൻ എന്തെങ്കിലും വയറ്റിക്കൊന്ന് ആക്കണം. ഞാൻ എന്നിട്ട് 2 ഇഡ്ഡലിയും ഒരു വടയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ വന്നത് 3 ഇഡ്ഡലി ആയിരുന്നു. കുഴപ്പമില്ല, കെട്ടിയും കൂടെ ഉള്ളിടത്തോളം കാലം അതിനെപ്പറ്റി വിഷമിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ രണ്ടുപേരും അങ്ങ് ഷെയർ ചെയ്ത് കഴിച്ചേ. ഏട്ടൻ പിന്നെ രാവിലെ ഈ ദോശ, ഇഡ്ഡലി അങ്ങനെ ഐറ്റംസ് വീട്ടിലുണ്ടാക്കിയ കുഴപ്പമില്ല. പക്ഷെ ആൾക്ക് പുറത്തേക്ക് ഇറങ്ങിയ പൊറോട്ട മസ്റ്റാണ്. അതിൻ്റെ കൂടെ എന്ത് കറിയാണേലും ആൾ നല്ല ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ മുട്ടാൾ ഒരു പൊറോട്ടയും ഒരു മുട്ടക്കറി കഴിച്ച് തീർക്കുമ്പോഴേക്കും എൻ്റെ ഇഡ്ഡലിയും ചായ കൂടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളവിടെ ചെന്ന് പോയ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി തിരിച്ചു വരുന്ന വഴി നല്ല നട്ടുച്ചയായിട്ടുണ്ടായിരുന്നു. ഈ ചൂട് സമയത്തെ മറ്റുള്ള ജ്യൂസിനേക്കാളും എനിക്ക് ഒരു ഇച്ചിരി പൊടിക്ക് ഇഷ്ടം കൂടുതൽ കരിമീൻ ജ്യൂസിനോടാണ്. അത് കണ്ടാൽ ഏട്ടനൊന്ന് നിർത്തിക്കും, ഞാൻ ഇത് കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞ്. ആൾക്കത് അത്ര വലിയ താല്പര്യമില്ലെങ്കിലും പിന്നെ എൻ്റെ താളത്തിനൊത്ത് നിന്ന് തരുന്ന കേട്ടോ. ഞങ്ങളുടെ ഏരിയയിലൊക്കെ ഈ ചൂട് സമയമാകുമ്പോഴേ ഈ കരിമീൻ ജ്യൂസിൻ്റെ സ്പോട്ട് അടുപ്പിച്ചുണ്ടായിരിക്കും. നല്ല ചിലവാണ് അതിന് കേട്ടോ. കിട്ടിയ പാടെ ഞാനത് കുടിച്ച് തീർത്തിട്ടുണ്ട്. ഞങ്ങൾ ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞു എടപ്പാൾ എത്താനായിട്ട്. ഈ ഉച്ച ടൈമിൽ എടപ്പാൾ എത്തിക്കഴിഞ്ഞാൽ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു കടയിൽ കയറി. കുറ്റിപ്പുറ റോട്ടിനുള്ളൊരു കടയാണ്. അത്ര വലിയ കടയൊന്നും അല്ലെങ്കിലും ഇവിടുന്ന് കിട്ടുന്ന ബിരിയാണി സൂപ്പറാണ് കേട്ടോ. ഇവിടെ ചിക്കൻ ബിരിയാണി പിന്നെ അതുപോലെ കുട്ടൻ ബിരിയാണിയാണുള്ളത്. ഈ കുട്ടൻ ബിരിയാണി ഞാൻ കഴിച്ചു തുടങ്ങിയത് ഇവിടെ നിന്നാണ് കേട്ടോ. എപ്പോഴും ഞാൻ കഴിക്കുമ്പോൾ ചിക്കനാണ് ഞാൻ ഓർഡർ ചെയ്യാറ്. നേട്ടനാണ് ഇവിടുന്ന് എനിക്ക് കുട്ടൻ ബിരിയാണി കഴിപ്പിച്ച് അതിൻ്റെ അഡിക്റ്റാക്കി തന്നത് മൂപ്പരാളാണ്. വരുന്ന വഴിക്ക് ഞങ്ങൾ മക്കൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടും, മക്കൾക്കെന്നല്ല ചൂട്ടത്ത് ഞങ്ങൾക്കൊരു കുളിർമ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടേ തൊട്ടടുത്തൊരു ബേക്കറിയിൽ കയറിയിട്ടും ഐസ്ക്രീമൊക്കെ വാങ്ങി. അപ്പോൾ വീട്ടിൽ വന്നിട്ട് മക്കൾക്കും കൊടുത്തു. കിട്ടിയതിലൊരു ബാക്കി ഞാനും എടുത്തങ്ങ് കഴിച്ചു. പിന്നെ വൈകിട്ട് ഭയങ്കര കുറ്റബോധം. ഇവർക്കാണെങ്കിലോ അവരെ കൂട്ടാതെ പോലുള്ള വിഷമം. അപ്പോൾ ഏട്ടൻ പറഞ്ഞു നമുക്ക് വൈകിട്ട് എന്നാൽ അവരെയും കൊണ്ടൊന്ന് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. തൊട്ടപ്പുറത്ത് BM പാർക്ക് ഉള്ളതുകൊണ്ട് ഞങ്ങൾ 4 പേരും കൂടിയിട്ട് അങ്ങോട്ടങ്ങ് വെച്ച് പിടിച്ചേ. ഓരോ പ്രാവശ്യം അവിടെ എത്തുമ്പോഴും ഓരോരോ മാറ്റങ്ങളാണ് കേട്ടോ. ഏട്ടനിപ്പോൾ തെരഞ്ഞു പിടിച്ച് പോകുന്നത് അവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു. ആ റോഡ് ലാസ്റ്റ് എത്തുമ്പോഴേ അവിടെ നല്ല പരിപ്പ് വടിയും അതുപോലെ മുട്ട പൊരിച്ചൊക്കെ നല്ല സൂപ്പറാണ്. നല്ല ചായയാണ് കേട്ടോ അവിടുത്തെ. പക്ഷെ അവിടെ ചെന്നപ്പോൾ കട ക്ലോസ്ഡാണ്. ആ വിഷമത്തിൽ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ പുതിയൊരു ഫുഡ് സ്പോട്ട് കണ്ടായിരുന്നേ. അത് കുറച്ചായിട്ടുള്ള ഓപ്പൺ ആയിട്ട്. അപ്പോൾ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് ലോഡർ ഫ്രൈസ് ഉള്ള കാര്യം. ലക്കി വായിക്കൂലെങ്കിലും ക്രിമോൻ അതൊക്കെ നന്നായി വായിച്ചെടുക്കും. അങ്ങനെ അത് വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം അങ്ങോട്ടേക്ക് കയറ്റി. അപ്പോൾ ഏട്ടൻ 2 പ്ലേറ്റ് ലോഡർ ഫ്രൈസ് പറഞ്ഞേ. പൊതുവേ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ ലോഡർ ഫ്രൈസ്. ഒരുപാട് സ്ഥലത്തുനിന്ന് കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് എടപ്പാൾ ഒരു കപ്പ് കഫേ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. അവിടുത്തെ സൂപ്പറായിരുന്നു കേട്ടോ ലോഡർ ഫ്രൈസ്. ആ ടേസ്റ്റ് ഞങ്ങൾക്ക് എവിടെ നിന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതും കുഴപ്പമില്ല, ഓക്കെ ആയിരുന്നു എന്ന് പറയാം. എൻ്റെ മക്കൾക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് അതിലെ ഫ്രഞ്ച് ഫ്രൈസ് ആണ്. ഉരുളക്കിഴങ്ങിൻ്റെ ആളാണ് ലക്കി. പൊട്ടാറ്റോ ഫ്രൈ എന്ന് പറഞ്ഞാൽ അത്ര ജീവനാണ്. അപ്പോൾ അത് തെരഞ്ഞു പിടിച്ച് കഴിക്കുകയാണ് മൂപ്പരാൾ.
അങ്ങനെ ഞാനും ഏട്ടനും അതൊന്നും കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ വേറെ ഒരെണ്ണം കൂടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അത് ഷെയർ ചെയ്ത് കഴിച്ചു. രണ്ട് ചായയും പറഞ്ഞു. ചായ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് ഫിൽറ്റർ കോഫി ആയിരുന്നു. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. ഏട്ടന് പൊതുവേ ഈ ബർഗർ, പിസ്സ, അതുപോലെ സാൻഡ്വിച്ച് ഈ വക ഐറ്റംസിനോടൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല. പക്ഷേ ഈ സാധനം ആൾ നന്നായിട്ട് കഴിക്കുക. ആൾ മാത്രമല്ല, ഞങ്ങൾക്ക് 4 പേർക്കും നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് ചുറ്റിനും നല്ല ആംബിയൻസ് ഉള്ള ഷോപ്പായിരുന്നേ. എനിക്ക് കിട്ടിയ ചായ ആ കായലോരത്ത് അടുത്ത് പോയി നിന്നിട്ടാണ് ഞാൻ കുടിച്ചത്, ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് പുളിക്കക്കടവിൽ തൂക്കുവാലുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന് അവിടെ പുതുതായിട്ട് കുറേ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ചെന്ന് നോക്കിയപ്പോഴോ ബോട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ റോപ്പും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഏരിയയിൽ റോപ്പ് ഫെസിലിറ്റി ഉള്ള പാർക്കുകളൊന്നും അങ്ങനെ ഇല്ല. അപ്പോൾ ആദ്യമായിട്ടാണ്. കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്ന്. നമുക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല, ഒരാളിതാ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഒരാളെ അപ്പുറത്ത് കൊണ്ടുവന്നാക്കും, അത് കഴിഞ്ഞാൽ അവിടുന്ന് ഒരാൾ ഇപ്പുറത്ത് കൊണ്ടുവന്നാക്കും. ബോട്ടിംഗ് ആയാലും പല ആളുകൾക്ക് കയറാൻ പറ്റിയ തരത്തിലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു 5-10 ആൾക്ക് കയറണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചൊരു ബോട്ട്, 4 പേർക്ക് കയറാൻ അതിനനുസരിച്ച് ബോട്ട്, അങ്ങനെ 2 പേരും അതിനനുസരിച്ചുള്ള ഫെസിലിറ്റികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അതിലൊന്നും കയറാൻ വേണ്ടി മുതിർന്നില്ല. പൊതുവേ എനിക്ക് ഈ വെള്ളത്തിൽ കളി ഇച്ചിരി പേടിയുള്ള കൂട്ടത്തിലാണ്. കുട്ടികളായിട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് പറയും വേണ്ട, അത്യാവശ്യം പേടിയുള്ള കൂട്ടത്തിലാണ് വെള്ളമായിട്ട് കളിക്കാൻ. അപ്പോൾ ഞങ്ങൾ അതിനൊന്നും നിന്നില്ല. കുറച്ച് നേരം അവിടെ ഫോട്ടോസൊക്കെ എടുത്ത് നേരെ വീട്ടിലേക്ക് അങ്ങ് വെച്ച് പിടിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കൊച്ചു വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.